അങ്ങനെ അപ്പോൾ ഡാഡി പറയായിരുന്നു നമ്മൾ അവൻ ചെല്ലുമ്പോഴേക്കും മാമിനെ കൈ പിടിച്ച് വലിച്ചിങ്ങോട്ട് കൊണ്ടുവരും, അതുപോലെ പോകുമ്പോഴൊക്കെ കൈ പിടിച്ച് ഓടും എന്നൊക്കെ പറയായിരുന്നു. അങ്ങനത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് പാച്ചു ചാക്കോ ഗുഡ് നൈറ്റ് പറഞ്ഞു പോയിട്ടാണ്. പാച്ചു എന്നാ പറയുന്നത്. പാച്ചു അവിടെ വർക്കേടി അപ്പയുടെയും അപ്പാപ്പയുടെയും അമ്മാമ്മയുടെയും ഒക്കെ കൂടെ അടിച്ച് കുടിക്കുകയാണ്. അപ്പോൾ അവിടെ നിന്ന് ഇടയ്ക്ക് ഫോട്ടോ കഴിക്കും. അപ്പം ഇതിലുണ്ടായിരുന്ന ഫോട്ടോ ആണ് കേട്ടോ. അപ്പോൾ ഗുഡ് നൈറ്റ് ഒക്കെ പറഞ്ഞ് പാച്ചു കിടന്ന് ഉറങ്ങി. അപ്പോൾ ഇന്നത്തെ പരിപാടി ഞാൻ വിചാരിച്ചു ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കാരണം എന്താ വെച്ചാൽ അതൊക്കെ ഇടിവെട്ടും മഴയില്ല, പുറത്ത് മഴ പിന്നെ കുട്ടികൾ മഴയില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടെ മഴയൊന്നുമില്ലല്ലോ വിചാരിച്ചു. പക്ഷെ ഇവരുടെ ഊണ് കഴിഞ്ഞ് ഞാൻ കുറച്ച് ലേറ്റ് ആയി ഊണ് കഴിക്കാനായിട്ട്. എല്ലാവരുടെ ഊണ് കഴിഞ്ഞിട്ടാണ് ഞാൻ കഴിച്ചില്ല. അപ്പം ഞാൻ ഓൾറെഡി കുറച്ച് സാലഡ് കുടിച്ചിട്ട് സാലഡ് കൊണ്ടുവന്നപ്പോൾ ഞാൻ റൈസുള്ള കാരണം ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കുറച്ച് സാലഡും ഒക്കെ കൂടിയിട്ട് ഞാൻ അത് കഴിച്ചു. അപ്പോഴേക്കും എല്ലാവരും എല്ലാവരും കിടക്കാൻ പോയിട്ട് ഇടിവെട്ടും മഴയും വന്നു. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ കറണ്ട് ഒന്ന് പോയി, പക്ഷെ അത് ട്രിപ്പായിട്ടായിരുന്നു. അപ്പോൾ ഡോൺ വന്നിട്ട് അത് ഓക്കെ ആക്കി. അപ്പോൾ ഞാൻ ഇവിടേക്ക് ഒന്ന് നോക്കിയിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ എൻ്റെ കട്ട്ലേറ്റ് ഞാൻ അങ്ങനെ അവിടെ വെച്ചു. പിന്നെ ബീഫുണ്ട്, അപ്പോൾ നാളെ രാവിലെ കഴിക്കാമല്ലോ നമുക്ക് വേണമെങ്കിൽ. അപ്പം അങ്ങനെ പരിയപ്പുറത്തേക്ക് ഇറങ്ങിയത് ഈ മഴ ഈ സമയത്ത് ഇടിവെട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം എന്നോട് കുട്ടികൾ പറഞ്ഞു പുറത്തേക്ക് ഇറങ്ങുമ്പോൾ സൂക്ഷിക്കണേ ഇടിവെട്ടുണ്ട് എന്ന് പറഞ്ഞു. പക്ഷേ ഈ സമയത്ത് വലിയ കുഴപ്പമുണ്ടായില്ല, മഴയുണ്ടായിരുന്നു. അപ്പം ഞാൻ പിള്ളേഴ്സിനെ അങ്ങോട്ട് കയറ്റി ഇവിടേക്കൊന്ന് വെള്ളം ഒഴിച്ച് എന്താ പറയുക ഒഴിച്ച് കളഞ്ഞു. അപ്പം ഞാനതങ്ങനെ ശീലിച്ച കാരണം എനിക്കത് അതുകൂടി